പ്രിയമുള്ളവരെ, ഒരു നോമ്പ് കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോമ്പ് എന്നത് വെറും ആചാര അനുഷ്ഠാനങ്ങളെ മാത്രം കാലഘട്ടമല്ല, ജീവിതത്തിൽ പുതുക്കം പ്രാപിക്കുവാനുള്ള സ്വർഗീയ വിളിയുടെ സമയമാണ്. തെറ്റിപ്പോയ പാതകളിൽ നിന്നും ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുവാൻ, ദൈവമായി പുതുക്കപ്പെട്ട ബന്ധത്തിലേക്കും ജീവിത അനുഭവത്തിലേക്കും പ്രവേശിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ഇന്നത്തെ ലോക അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ആത്മീയ അന്ധതയുടെ അവസ്ഥയിൽ നിന്നും, സാൻമാർഗിക അധപ്പതനത്തിൽ നിന്നും, ജീവിതത്തിലെ ശൂന്യതയുടെ അവസ്ഥയിൽ നിന്നും മോചനം നേടുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിൽ നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ജീവിതത്തിൽ വാസ്തവമായി പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നുവോ? എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? ഇന്നത്തെ പാഠഭാഗങ്ങൾ ജീവിതത്തിലെ പുതുക്കത്തിൻ്റെ 3 പ്രധാനപ്പെട്ട മേഖലകളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ ചിന്ത, നോമ്പ് ഹൃദയങ്ങളെ പുതുക്കുവാൻ സഹായിക്കുന്നു. നോമ്പ് ഹൃദയങ്ങളെ പുതുക്കുവാൻ സഹായിക്കുന്നു. യഹസ്കേൽ പ്രവാചനം 36-ാം അധ്യായം 24 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ബാബേലിൽ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനതയോട് സംസാരിക്കുന്നു. ജീവിതത്തിൽ സ്വന്തമെന്ന് പറയുവാൻ ഒന്നുമില്ലാത്തവർ, സ്വന്തം വീടും വസ്തുവകളും ബന്ധിജനങ്ങളും നഷ്ടപ്പെട്ടവർ, ലജ്ജയും നിന്ദയും അനുഭവിക്കുന്നവർ, ആരാധനകളോ പ്രാർത്ഥനകളോ കൂട്ടായ്മകളോ ഇല്ലാതെ ആത്മീക തകർച്ച സംഭവിച്ചവർ. ഇവിടെ പുതുക്കപ്പെട്ട ജീവിത അനുഭവത്തിനുള്ള ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ വാഗ്ദാനം ദൈവജനത്തിന് വാഗ്ദാനം ചെയ്യുകയാണ്. ഇത്തരം ഒരു പുതുക്കത്തിൻ്റെ അനുഭവം സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന അവസ്ഥയിലാണ് ഇസ്രായേൽ ജനത്തിന് ഈ വാഗ്ദാനങ്ങൾ നൽകപ്പെടുന്നത്. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ ഹൃദയം നിങ്ങൾക്ക് തരും. ഇവിടെയെല്ലാം ദൈവം ആവർത്തിച്ചിരിക്കുന്ന വാക്ക് ഞാൻ തരും എന്നതാണ്. ഇത് സൂചിപ്പിക്കുന്നത് പുതുക്കം എന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് എന്നതാണ്. ദൈവമാണ് നമ്മെ പുതുക്കി ശക്തീകരിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ പുതുക്കുവാനായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക മാത്രമാണ് നാം ചെയ്യുന്നത്. പാപത്തിലും ഭയത്തിലും പ്രതികാര ചിന്തയിലും അയോഗ്യ മനോഭാവത്തിലും അസൂയയിലും കല്ലായി തീർന്ന ഹൃദയത്തെ നീക്കി സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും ദൈവമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നതുമായ പുതിയൊരു മാംസമായ ഹൃദയം നമുക്ക് നൽകി തരുന്നത്. നമ്മുടെ തെറ്റുകളെ തിരിച്ചറിയുവാനും കുറവുകളെ മനസ്സിലാക്കുവാനും നോമ്പ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ തകർക്കപ്പെട്ട അവസ്ഥകളെ മാറ്റി സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ ദൈവം മതിയായവനാണ്. ഈ നോമ്പ് അതിനുള്ള സമയമാണ്. രണ്ടാമത്തെ ചിന്ത, നോമ്പ് മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുവാൻ സഹായിക്കുന്നു. നോമ്പ് മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുവാൻ സഹായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 33 മുതൽ 12-ാം അധ്യായം 2 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ അഗാധമായ സമ്പന്നതയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. പൗലോസിൻ്റെ ജീവിതത്തെ പുതുക്കത്തിലേക്ക് നയിച്ചത് ഈ തിരിച്ചറിവാണ്. അതിനുശേഷം ഈ പുതുക്കത്തിൻ്റെ അനുഭവത്തെ ലഭ്യമാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പൗലോസ് സംസാരിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് നിന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ. നാം ജീവിക്കുന്ന ഈ ലോക അന്തരീക്ഷം നന്മയും സന്മാർഗികതയും ഇല്ലാത്ത വിജയങ്ങളെക്കുറിച്ചും സ്നേഹവും കരുണയും ഇല്ലാത്ത മതപരമായ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ദൈവമായുള്ള ബന്ധവും അനുസരണവും ആവശ്യമില്ലാത്ത ആത്മീയ തത്വങ്ങളെക്കുറിച്ചുമെല്ലാമാണ് ചർച്ച ചെയ്യുന്നത്. ഇത്തരം തെറ്റായ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാനും യഥാർത്ഥമായ പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാനും നോമ്പ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പുതുക്കം പ്രാപിക്കുക എന്നതിന് പൗലോസ് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം ദൈവിക മൂല്യങ്ങൾക്ക് അനുസൃതമായ ജീവിതം ക്രമീകരിക്കുന്ന ജീവിതാവസ്ഥയാണ്. ദൈവവചനം ശ്രദ്ധയോടെ ശ്രവിക്കുവാനും ദൈവമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ നിശബ്ദമായി ധ്യാനിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയണം. നാമധേയ വിശ്വാസത്തിൽ നിന്നും വിട്ടുമാറി ദൈവഹിതം മനസ്സിലാക്കുവാനും വിവേചിക്കുവാനും നമുക്ക് കഴിയണം.
പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത് ആരാധന എന്നത് ദേവാലയങ്ങളിലും അൽത്താരകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നാണ്. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് ആരാധന അർത്ഥവത്താകുന്നത്. നോമ്പ് എന്നത് നമ്മുടെ ജീവിതത്തിലെ മുൻഗണനകളെ മാറ്റി നമ്മുടെ കാഴ്ചപ്പാടിനെയും വീക്ഷണത്തെയും പുനഃസ്ഥാപിക്കുവാൻ ഇടയാക്കുന്ന ആചരണമാണ്. അത് നമ്മുടെ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്നു. മൂന്നാമത്തെ ചിന്ത, നോമ്പ് ആചാരാനുഷ്ഠാനങ്ങളെ പുതുക്കുവാൻ സഹായിക്കുന്നു. നോമ്പ് ആചാരാനുഷ്ഠാനങ്ങളെ പുതുക്കുവാൻ സഹായിക്കുന്നു. മത്തായി 6 അധ്യായം 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ യേശു നോമ്പ് ആചരണത്തിൻ്റെ 3 പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവ പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മങ്ങൾ എന്നിവയാണ്. നാം എന്തുകൊണ്ട് ഇവ അനുഷ്ഠിക്കണമെന്ന് യേശു വ്യക്തമാക്കുന്നു. ഇവിടെ യേശു കപട ഭക്തിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. മറ്റുള്ളവരെ കാണിക്കാനുള്ള ഭക്തി മനുഷ്യരുടെ പ്രീതി നേടാൻ മാത്രം ഉദ്ദേശിച്ചുള്ളവയാണ്. അത് ദൈവത്തിങ്കിലേക്ക് നമ്മെ നയിക്കുന്നില്ല. പരസ്യമായ ഭക്തി പ്രകടനങ്ങളിൽ നിന്നും ദൈവമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്ക് നാം പ്രവേശിക്കണം. മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൻ്റെ പുതുക്കത്തിലേക്കും രൂപാന്തരത്തിലേക്കും നമ്മെ നയിക്കുവാൻ ഉതകുന്നതാകണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരവും പ്രവർത്തിക്കാനുമുള്ള ചാലകങ്ങളാകണം. ഇപ്രകാരം ആചാരാനുഷ്ഠാനങ്ങളും പുറമേയുള്ള ഭക്തി പ്രകടനങ്ങളുമല്ല നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. മറിച്ച് ആത്മാർത്ഥമായ ഭക്തിയും ആഴത്തിലുള്ള വിശ്വാസവും ജീവിത രൂപാന്തരവുമാണ്. ദാനധർമ്മങ്ങൾ മനുഷ്യപ്രീതി ലഭിക്കുവാനല്ല, ദൈവപ്രീതിക്ക് കാരണമാകണം. കർത്താവിൻ്റെ പ്രാർത്ഥന അതിശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ്. അതിശ്രേഷ്ഠമായ ദൈവിക മൂല്യങ്ങൾ അത് നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്രകാരം ഈ നോമ്പ് കാലഘട്ടം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ദാനധർമ്മങ്ങൾ നൽകുവാനുമുള്ള കാലഘട്ടമാണ്. നോമ്പ് എന്നത് പ്രത്യാശയ്ക്കുള്ള മുഖാന്തരമാണ്. അത് നിരാശപ്പെടുവാനും പരാതിപ്പെടുവാനുമുള്ള സമയമല്ല, പുതുക്കം പ്രാപിക്കുവാനുള്ള സമയമാണ്. ദൈവം നമുക്ക് പുതുക്കപ്പെട്ട ഹൃദയവും പുതുക്കപ്പെട്ട മനസ്സും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇത് പുതുക്കപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നമ്മെ നയിക്കും. ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നാം പ്രയാണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ പുതുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയവും ദൈവിക സത്യത്താൽ നിറയപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സുകളും ഏൽപ്പിച്ചു കൊടുക്കുവാനും പ്രാർത്ഥനയും ഉപവാസവും ഔദാര്യ മനസ്കൃതിയോടും ആത്മീയത്തോടും എളിമയോടും കൂടി നിർവഹിക്കുവാനും നമുക്ക് ഇടയാകണം. ഇപ്രകാരം പുതുക്കം എന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതുക്കപ്പെടുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പുതിയ ജീവിത അനുഭവത്തിലേക്ക് പ്രവേശിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.